എല്ലാവർക്കും നമസ്കാരം. തുർക്കി യാത്രയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടോപ്പ് ക്യാപ്പി പാലസിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ചെന്നത് ഹാഗിയ സോഫിയയുടെ മുന്നിലേക്കാണ്. ടോപ്പ് ക്യാപ്പിയുടെ ഇമ്പീരിയൽ ഗേറ്റിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കിടക്കുമ്പോൾ ഹാഗിയ സോഫിയയുടെ മുന്നിലാണ് എത്തുന്നത്. ഹാഗിയ സോഫിയയിൽ റിനോവേഷൻ വർക്ക് നടക്കുന്നതിനാൽ ഹാഗിയ സോഫിയ ഓൾമോസ്റ്റ് എല്ലാം തന്നെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അകത്ത് കിടക്കണമെന്ന് ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. എന്നാലും ഈ ചരിത്രപ്രധാനമായ നിർമ്മിതി വിട്ടുകളയാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഹാഗിയ സോഫിയയുടെ ഉള്ളിലേക്ക് നടന്നു. ഹാഗിയ സോഫിയയുടെ ഇടനാഴിലൂടെ നമ്മൾ കടന്നു ചെല്ലുന്നത് ഹാഗിയ സോഫിയയുടെ അപ്പർ ഫ്ലോറിലേക്കാണ്. ഹാഗിയ സോഫിയയുടെ അപ്പർ ഫ്ലോറിൽ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് വിശാലമായ ഒരു കോറിഡോറാണ്. മാർബിൾ പാകിയ തറയും മനോഹരമായ ചുമരുകളും അതിന് ഭംഗിയുള്ള റൂഫും ഒക്കെ ആയിട്ടുള്ള ഹാഗിയ സോഫിയ. അനേകം മകുടങ്ങൾ ആണ് ഹാഗിയ സോഫിയയെ വ്യത്യസ്തമാക്കുന്നത്. നമ്മളൊരൊഴിഞ്ഞ സ്ഥലത്ത് ചെന്ന് ഹാഗിയ സോഫിയയുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് താഴെ അതിവിശാലമായ ഒരു മസ്ജിദാണ്. ഹാഗിയ സോഫിയയുടെ നടുക്ക് വലിയ സ്റ്റീൽ സ്ട്രക്ചറുകൾ ഇട്ടുകൊണ്ട് അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ്. ഹാഗിയ സോഫിയയുടെ നടുവിലുള്ള മകുടം ആണ് പ്രധാനമായിട്ടും റിപ്പയർ ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ബൃഹത്തായ സ്റ്റീൽ സ്ട്രക്ചറുകൾ ഇട്ടിരിക്കുന്നത്. തുർക്കിയിലെ ഏറ്റവും ആദ്യകാലത്തെ നിർമ്മിതികളിലൊന്നാണ് ഹാഗിയ സോഫിയ. ഹാഗിയ സോഫിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നടുക്കൊരു വലിയ മകുടവും അതിന് ചുറ്റും അർദ്ധവൃത്താകൃതിയിലുള്ള മകുടങ്ങളും ആ മകുടത്തിന് വീണ്ടും അർദ്ധവൃത്താകൃതിയിലുള്ള ചുറ്റുമകുടങ്ങളുമാണ് ഉള്ളത്. തുർക്കിയിലെ മറ്റു മസ്ജിദുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതേ മാതൃകയിലാണ്. അതിന് അഡീഷണൽ ആയിട്ടുള്ളത് മിനാററ്റ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. താഴത്തെ നിലയിൽ ഇസ്ലാം മതവിശ്വാസികളായ പ്രാർത്ഥിക്കാനുള്ളവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ടൂറിസ്റ്റുകളായി വന്നിരിക്കുന്നവരെല്ലാവരും തന്നെ ഈ മുകളിലെ കോറിഡോറിലാണ് ഹാഗിയ സോഫിയ ചുറ്റി നടന്ന് കാണുന്നത്. ഹാഗിയ സോഫിയയുടെ കോറിഡോറുകൾ നീളത്തിലങ്ങനെ കിടക്കുകയാണ്. ഇവിടെ നിങ്ങൾക്കൊരു വൃത്താകൃതിയിലുള്ള ഒരു സ്പോട്ട് കാണാം. ഈ സ്പോട്ടിൽ നിന്നുകൊണ്ടാണ് രാജ്ഞിമാർ കുർബാന കണ്ടിരുന്നത്. ഇവിടെ നേരെ മുമ്പിൽ പള്ളിയായിരുന്നപ്പോൾ അതിൻ്റെ മദ്ബഹയായിരുന്നു. ഈ താഴെ കാണുന്ന സ്പോട്ടിലാണ് രാജ്ഞി വന്ന് നിന്നിരുന്ന് കുർബാന കണ്ടിരുന്നത്. ഹാഗിയ സോഫിയ ആദ്യം ഒരു ക്രിസ്ത്യൻ ദേവാലയവും പിന്നീട് അത് മോസ്കായി മാറുകയും വീണ്ടും അത് ഒരു മ്യൂസിയമാക്കുകയും പിന്നീട് വീണ്ടും അതിനെ മോസ്കാക്കുകയാണ് ചെയ്തത്. ഹാഗിയ സോഫിയയുടെ ഒരു വശത്തുള്ള ഒരു മാർബിൾ ഡോറ്, ഇതിൻ്റെ കമാനം മാത്രമല്ല വാതിലും മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയാണ്. ആ മാർബിൾ ഡോറിലൂടെ നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചു. സാധാരണ ക്രിസ്ത്യൻ ദേവാലയങ്ങളുടെ ഉള്ളിൽ കാണുന്ന ചിത്രപ്പണികളും പരിശുദ്ധാത്മാവിൻ്റെ ചിത്രങ്ങളും എല്ലാം മാറ്റി ഇപ്പോൾ അത് ഖുർആൻ വചനങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മതിലിൻ്റെ പല ഭാഗങ്ങളിലും വെള്ള നിറത്തിൽ പെയിന്റ് അടിച്ച് മറിച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം മ്യൂറൽസ് അഥവാ ചുമർ ചിത്രങ്ങളായിരുന്നു. ക്രിസ്ത്യൻ പള്ളിയാത്ത സമയത്ത് തന്നെ ചുമർ ചിത്രങ്ങളായിരുന്നു മറിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവിടെ യേശുവിൻ്റെയും മാതാവിൻ്റെയും 1-2 ചിത്രങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇവിടെ മാതാവും കയ്യിൽ ഉണ്ണിയേശോയും മാതാവിൻ്റെ അപ്പുറവും ഇപ്പുറവും രാജാവും രാജ്ഞിയും നിൽക്കുന്ന കാണാം. അന്നത്തെ പള്ളിക്ക് ധാരാളം പൈസ സംഭാവന ചെയ്തിട്ടാണ് രാജാവ് രാജ്ഞിയും ഇത്തരത്തിലുള്ള ഒരു ചിത്രം ഉണ്ടാക്കിയത്. അവർക്കത് ഭാവിയിൽ അവർ വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കപ്പെടാൻ വേണ്ടി ചെയ്തതാണെന്നാണ് ഇപ്പോഴത്തെ വർത്തമാനം. ചിത്രങ്ങൾ ഏതാണ്ട് ഒരു നാശത്തിൻ്റെ ഘട്ടത്തിലാണ്. മറ്റൊരു ചിത്രമുള്ളത് യേശുവിൻ്റെയും സ്നാപയോഹന്നാൻ്റെയും മാതാവിൻ്റെയും ചിത്രമാണ്. ഇത് ഏകദേശം ഒരു 70% നശിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഒരു ചെറിയ മോഡൽ, അത് ഒറിജിനലി എങ്ങനെയായിരുന്നു എന്നറിയാനായിട്ട് ഒരു ചെറിയ പടം താഴെ വെച്ചിട്ടുണ്ട്.
യുടെ യഥാർത്ഥ കഥ അറിയണമെങ്കിൽ നമ്മൾ ഹാഗിയ സോഫിയയുടെ മ്യൂസിയം വിസിറ്റ് ചെയ്യേണ്ടതുണ്ട്. മ്യൂസിയം ആകട്ടെ ഇതിന് പുറത്ത് ഹിപ്പോഡ്രോമിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ നമ്മൾ അല്പം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഹാഗിയ സോഫിയയിലെ ആക്ച്വലി പല വേർഷൻ ഓഫ് സ്റ്റോറീസ് ഉണ്ട്. അതിൻ്റെ യഥാർത്ഥ ചരിത്രം എന്താണെന്നുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതാണ്. നമ്മൾ താഴോട്ട് എത്തുമ്പോൾ ഹാഗിയ സോഫിയയുടെ ഒറിജിനലായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതും സംരക്ഷിച്ചിട്ടുണ്ട്. ഹാഗിയ സോഫിയയിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ നമുക്ക് ഹാഗിയ സോഫിയയിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നവർക്ക് കിടക്കുന്ന ഒരു കവാനമുണ്ട്. നമ്മളങ്ങോട്ട് കിടക്കാനായിട്ട് നോക്കിയിരുന്നു. പക്ഷേ അവർ സ്ട്രിക്റ്റായിട്ട് മുസ്ലിങ്ങൾക്ക് മാത്രമേ ഏരിയയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് മറ്റ് യാത്രികരെല്ലാവരെയും ചെക്ക് ചെയ്യുന്നവർ തിരിച്ചു വിടുന്നുണ്ടായിരുന്നു. ഹാഗിയ സോഫിയയുടെ നേരെ എതിർവശത്തായിട്ട് നമ്മുടെ പുറകിൽ നമുക്ക് സുൽത്താൻ അഹമ്മദ് മോസ്ക് കാണാം. ഹാഗിയ സോഫിയ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ മനോഹാരിതയൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ നേരെ സുൽത്താൻ അഹമ്മദ് മോസ്ക്, അതല്ലെങ്കിൽ ബ്ലൂ മോസ്ക് എന്നറിയപ്പെടുന്ന ആധുനിക ഇസ്താംബുളിൻ്റെ മുഖമുദ്രയായ ബ്ലൂ മോസ്കിലേക്ക് നടന്നു. ബ്ലൂ മോസ്കിന് മുമ്പിലായിട്ട് സന്ദർശകർക്കായിട്ട് കുറേ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഇരുന്ന് ബ്ലൂ മോസ്ക് പശ്ചാത്തലമായിട്ട് നമുക്ക് ചിത്രങ്ങൾ എടുക്കാം. നല്ല ചൂടാണ്, നല്ല വെയിലാണ്. ഇസ്ലാമിക പ്രാർത്ഥനാ സമയപ്രകാരം ഉച്ചയ്ക്കുള്ള പ്രാർത്ഥനയുടെ സമയമാണ്. ആ സമയത്താണ് നമ്മൾ മോസ്കിലേക്ക് പോകുന്നത്. സ്ഥലങ്ങളിൽ നല്ല തിരക്ക് കാണുന്നുണ്ട്. സഞ്ചാരികളും പ്രാർത്ഥിക്കാൻ വന്നവരും എല്ലാമായിട്ട് നല്ല ഒരു ജനക്കൂട്ടം മോസ്കിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. മോസ്കിലെ പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ മുഴങ്ങുന്നുണ്ട്. ധാരാളം സഞ്ചാരികൾ പുറത്തുണ്ട്. മോസ്കിൽ വിസിറ്റേഴ്സ് കയറുന്നത് സൈഡിലുള്ള ഒരു എൻട്രൻസിൽ കൂടിയാണ്. നമ്മൾ ആ എൻട്രൻസിലൂടെ ചെയ്യുന്നു. വലിയൊരു ക്യൂ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ധാരാളം പേര് ബ്ലൂ മോസ്ക് കാണുവാനായിട്ട് എത്തിയിട്ടുണ്ട്. വളരെ ചെറിയൊരു ഇടനാഴിയിൽ കൂടി വേണം നമ്മൾ അകത്തേക്ക് കിടക്കാൻ. മോസ്കിനകത്ത് ഷൂസ് ധരിക്കാൻ അനുവാദമില്ലാത്തതുകൊണ്ട് എല്ലാവരും അവരുടെ പാദരക്ഷകളെല്ലാം ഊരി കയ്യിൽ പിടിച്ചുകൊണ്ടാണ് മോസ്കിനകത്തേക്ക് നടക്കുന്നത്. മോസ്കിലെ ആ പാദരക്ഷകൾ വെക്കാനായിട്ട് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലമുണ്ട്. നമുക്കവിടെ നമ്മുടെ ഷൂസ് എല്ലാം വെച്ചിട്ട് മോസ്കിൻ്റെ കാഴ്ചകളിലേക്ക് പോകാൻ പറ്റും. ആയിരത്തി 1609 പണിയെഴുപ്പിച്ച മോസ്കാണിത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിനും ഒരു വലിയ മകുടം നടക്കും. അതിനോട് ചുറ്റുമായിട്ട് അർദ്ധവൃത്താകൃതിയിലുള്ള മകുടങ്ങൾ, ആ മകുടങ്ങൾക്ക് ചുറ്റുമായിട്ട് ഒരു ലെയർ കൂടി അർദ്ധവൃത്താകൃതിയിലുള്ള മകുടങ്ങൾ. അങ്ങനെയാണ് ഈ മോസ്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഡിസൈൻ്റെയൊക്കെ ഇൻസ്പിറേഷൻ ഹാഗിയ സോഫിയ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിയായിരിക്കാം. മനോഹരമായ ചിത്രപ്പണികൾ അതിമനോഹരമായ ചിത്രപ്പണികൾ ചെയ്തിരിക്കുന്നതാണ് ഈ മോസ്ക്. ഇതിൻ്റെ ഈ മകുടത്തിൻ്റെ പുറം ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രത്യേക തരത്തിലുള്ള നീല കളറിലെ പാളികൾ കൊണ്ടാണ് ഈ മോസ്കിന് ബ്ലൂ മോസ്ക് എന്നുള്ള പേര് വരാൻ കാരണം. നമുക്ക് എത്ര നോക്കി നിന്നാലും മതിയാവാത്ത രീതിയിൽ മനോഹരമായ ചിത്രപ്പണികളും അതിലും വലിയ ദീപാലങ്കാരങ്ങളും ഷാൻഡിലിയേഴ്സും എല്ലാം കൊണ്ട് മോസ്ക് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. വളരെ വിശാലമായ മോസ്കാണ്. അവിടെ പ്രയർ നടക്കുന്ന ഏരിയയിൽ കുറച്ച് പേരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് അവിടെ എല്ലാം ചുറ്റുകടന്ന് കാണാനായിട്ട് അനുവദിച്ചിട്ടുണ്ട്. സ്ത്രീകൾ തല മൂടണം എന്നുള്ളത് ഒരു നിയമമാണ്. മോസ്കിനകത്തും സന്ദർശകരുടെ നല്ല തിരക്കുണ്ട്. പല
നാടുകളിൽ നിന്നുള്ള സന്ദർശകർ മോസ്ക് ചുറ്റുകിടന്ന് കാണുന്നുണ്ട്. നമ്മൾ മോസ്കിൽ നിന്ന് പുറത്തേക്ക് വന്നു. നമ്മൾ ഇനി പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹാഗിയ സോഫിയയുടെ മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ മോസ്കിൻ്റെയും ഹാഗിയ സോഫിയയുടെയും സൈഡിലായിട്ട് വളരെ പ്രശസ്തമായ ഹിപ്പോഡ്രോം ഉണ്ട്. അതായത് റോമൻ കാലത്ത് ഉണ്ടായിരുന്ന കുതിരപ്പന്തി. ആ കുതിരപ്പന്തി ലക്ഷ്യമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. പുറകിൽ നമുക്ക് ബ്ലൂ മോസ്ക് മനോഹരമായിട്ട് കാണാം. നമ്മൾ കുതിരപ്പന്തിയുടെ അടുത്തെത്തി. ഇത് ഹിപ്പോഡ്രോം എന്ന് പറയുന്ന കുതിരകളെ സംരക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ കുതിരകളൊക്കെ സഞ്ചരിച്ചിരുന്ന വലിയ ഒരു സ്ക്വയറാണ്. ഇതിനകത്ത് നമുക്ക് കുതിരകളെയൊക്കെ പൊട്ടിരുന്ന പഴയ ന്യായങ്ങളൊക്കെ ഇന്നത് കച്ചവട സ്ഥലങ്ങളാണ്. അത് കാണാം. വിശാലമായ ഹിപ്പോഡ്രോം ഇവിടെയുണ്ട്. ഹിപ്പോഡ്രോമിൻ്റെ ഒരു വശത്താണ് ഹാഗിയ സോഫിയയുടെ എക്സ്പീരിയൻസ് ആണ് മ്യൂസിയത്തിൻ്റെ പേര്. ഹാഗിയ സോഫിയയുടെ ഒരു അനുഭവം തരുന്ന ഒരു മ്യൂസിയമാണിത്. ഈ എക്സ്പീരിയൻസ് മ്യൂസിയത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഗിയ സോഫിയയുടെ സ്റ്റോറി മുഴുവൻ ഓഡിയോ വിഷ്വലായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇവിടെയും ചെറിയൊരു ക്യൂ ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാച്ചായിട്ടാണ് ആൾക്കാർ അകത്തേക്ക് കടത്തുന്നത്. നമ്മൾ അകത്തേക്ക് കടന്നു. ഇവിടെ നമുക്ക് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ചില വിഷ്വൽസൊക്കെ നമുക്ക് ഫോണിൽ എടുക്കാം. അതുകൊണ്ട് ക്യാമറ മടക്കി വെച്ച് ഫോണിലെടുത്ത വിഷ്വൽസാണ് ഇതെല്ലാം. AD 537 സ്ഥാപിച്ചതാണ് ക്രിസ്ത്യൻ പള്ളിയായിരുന്ന ഹാഗിയ സോഫിയ. അല്ലെങ്കിൽ ഇതിന് അയാ സോഫിയ എന്ന് കൂടി ഒരു പേരുണ്ട്. അത് തുർക്കിഷ് ഭാഷയിലാണ് അയാ സോഫിയ എന്ന് പറയുന്നത്. 1453 വരെ ഇതൊരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നു. പിന്നീട് 1453 ഇത് ഇസ്ലാമിക് ഭരണം പിടിച്ചെടുക്കുകയും 1934 വരെ 500 വർഷത്തോളം മോസ്കായിരിക്കുകയും ചെയ്തു. 1934 അത് ജനാധിപത്യമായിട്ട് അറ്റാതുർക്കിൻ്റെ ഒക്കെ ഭരണം വന്നപ്പോൾ 2020 വരെ ഇതൊരു മ്യൂസിയമായി. 2020 ഇത് വീണ്ടും ഒരു പള്ളിയായിട്ട് കൺവേർട്ട് ചെയ്തു. ഇവിടെ ഹാഗിയ സോഫിയയിലുണ്ടായിരുന്ന പൗരാണികമായ ആരാധനാ വസ്തുക്കളും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗങ്ങളും എല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ആ വ്യക്തികളുടെയും വിശുദ്ധന്മാരുടെയും എല്ലാം ഐക്കണുകളിലൂടെ വച്ചിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. വൈദികർ ഉപയോഗിച്ചിരുന്ന ഊറാറ പോലുള്ള വസ്തുക്കളും കുർബാനയ്ക്ക് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും ധൂപക്കുറ്റികളും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ ഹാഗിയ സോഫിയയുടെ എക്സ്പീരിയൻസ് അനുഭവിച്ച ശേഷം ഞങ്ങളവിടെ നിന്ന് പതുക്കെ പുറത്തേക്ക് കാണുന്നു. ഈ ഹാഗിയ സോഫിയയും അതേപോലെ തന്നെ സുൽത്താൻ അഹമ്മദിൻ്റെ ബ്ലൂ മോസ്കോല സ്ഥിതി ചെയ്യുന്ന ഏരിയയുടെ പേര് സുൽത്താൻ അഹമ്മദ് ഏരിയ എന്ന് തന്നെയാണ് ഈ സ്റ്റോപ്പിൻ്റെ പേര്. ഇവിടെ ചില ഐസ്ക്രീം വിൽപ്പനക്കാർ അവരുടെ കുസൃതികൾ പരിപാടികൾ എല്ലാം ചെയ്യുന്നുണ്ട്. ഇത്തരം ഐസ്ക്രീം വിൽപ്പനക്കാർ തുർക്കിയിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ ചെറിയ ഐസ്ക്രീം ട്രിക്കുകളൊക്കെ ആയിട്ട്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ അത് ഓൾറെഡി എല്ലാവരും കണ്ട് ഒരുവിധം മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ്. സമയം ഉച്ച കഴിഞ്ഞു. മറ്റു കാഴ്ചകളെല്ലാം ഈ ഏരിയയുടെ അടുത്തായതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്. ഭക്ഷണം കഴിച്ച് നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് പോകേണ്ടത് ബസിലിക്ക സിസ്റ്റേൺ എന്നറിയപ്പെടുന്ന ഒരു ചരിത്ര നിർമ്മിതിയിലേക്കാണ്. ഏകദേശം ബസിലിക്ക സിസ്റ്റേണിൻ്റെ അടുത്തെത്തിയപ്പോൾ തന്നെ വളരെ വലിയൊരു ജനക്കൂട്ടത്തെ നമ്മൾ കണ്ടു. അപ്പോഴാണ് മനസ്സിലായത് ബസിലിക്ക സിസ്റ്റേണിൽ നിൽക്കാവുന്നവരുടെ ഒരു വലിയ ക്യൂ ആണെന്ന്. നമ്മൾ ബസിലിക്ക സിസ്റ്റേണിലേക്ക് കയറി.
ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയ വാട്ടർ ടാങ്കാണ്. ബസിലിക്ക സിസ്റ്റേൺ എന്നുള്ള പേര് അല്പം തെറ്റിദ്ധാരണ ഉണ്ടാക്കും. ചിലരെല്ലാം കരുതിയിരിക്കുന്നത് ഏതോ പള്ളിയിൽ വെള്ളം കയറുകയാണെന്ന് കരുതിയിട്ട് ചില രസകരമായ കാഴ്ചകൾ നമ്മൾ താഴെ ചെല്ലുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ധാരാളം പേര് ഇവിടെ പൈസ നേർച്ചയായിട്ടിട്ടുണ്ട്. ഈ പൈസ നേർച്ചയായിട്ട് ഈ വെള്ളത്തിൻ്റെ ഉടനീളം ഇട്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബസിലിക്ക എന്ന് പറയുന്നത് ഒരു വലിയ കെട്ടിടം എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. ഇത് ഭൂമിക്കടിയിൽ ഇസ്താംബൂളിൽ ഇതുപോലെ പല സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇതൊരു വൻ ജലാശയമായിരുന്നു, അല്ലെങ്കിൽ ജലം ശേഖരിക്കുന്ന ഒരു ടാങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അറിയാവുന്ന പോലെ നമ്മളുടെ ഫ്ലഷിൻ്റെ സിസ്റ്റേൺ എന്ന് പറയുന്നില്ല, അതേ സിസ്റ്റേൺ തന്നെയാണ് ഇവിടെ. ആ വെള്ളം പമ്പ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് സിസ്റ്റേൺ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ബസിലിക്ക സിസ്റ്റേൺ എന്ന വലിയ ഒരു കെട്ടിടം, പമ്പിങ്ങിൻ്റെ അർത്ഥത്തിലാണ് ബസിലിക്ക സിസ്റ്റേൺ എന്ന് പറയുന്നത്. മനോഹരമായൊരു നിർമ്മിതിയാണ്. ഇത് 1565 വരെയും ജനം ഇത് ഉപയോഗിച്ചിരുന്നതാണ്. പലരും അറിയാണ്ട് പോലും ഇതിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷമാണ് ഇത് കണ്ടെടുക്കുകയും പിന്നീട് അത് പുതുക്കി പണിയുകയും ചെയ്തത്. 1985-ലും 2020-ലുമായിട്ട് 2 പ്രാവശ്യമായിട്ട് പുതുക്കി പണിത്. 2020-ൽ പുതുക്കി പണിതപ്പോഴാണ് ഈ കാണുന്ന LED ലൈറ്റുകളും മറ്റും പിടിപ്പിച്ചിരിക്കുന്നത്. അനവധി സിനിമകളെല്ലാം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ജെയിംസ് ബോണ്ടിൻ്റെ ഒരു സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടതാണ്. ഇതാണ് ചിത്രം, ഞാൻ മറന്നുപോയി. അറിയാവുന്നവരൊന്ന് ആ ചിത്രം കമൻറ്റ് ചെയ്തേനെ. ഇതൊരു വലിയ നിർമ്മിതിയാണ്. ഇത്രയും വലിയൊരു നിർമ്മിതി അണ്ടർഗ്രൗണ്ടിൽ ഇതേപോലെ പണിയുക എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ഇന്നും അതിൻ്റെ അകത്ത് വെള്ളമുണ്ട്. വളരെ കൂളായ ഒരു അറ്റ്മോസ്ഫിയറാണ്. അത് പുറത്തേക്ക് ഓടിന്ന് ഇതിൻ്റെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കയറിപ്പോകാൻ പറ്റില്ല. ധാരാളം സഞ്ചാരികളുണ്ട്. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനും ഇതെല്ലാം ഇരുമ്പ് ഗ്രേറ്റിങ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് അതിലൂടെ നടക്കാം, ധാരാളം ചിത്രങ്ങളെടുക്കാം. മനോഹരമായിട്ട് സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു ജലസംഭരണിയാണിത്. മിക്കവാറും എല്ലാ തൂണുകളും തന്നെ ഏറ്റവും ഒറിജിനലാണ്. ചില തൂണുകളൊക്കെ നമുക്ക് ഡിസൈൻ കണ്ടാലേ അറിയാം അതെല്ലാം പുതുക്കി പണിത തൂണുകളാണെന്നുള്ളത്. ഗംഭീരമായ ബസിലിക്ക സിസ്റ്റേണിൻ്റെ നിർമ്മിതിയോടും അതിൻ്റെ സുഖകരമായ തണുപ്പിനോടും വിട പറഞ്ഞുകൊണ്ട് നമ്മൾ സിസ്റ്റേണിൻ്റെ പുറത്തേക്ക് നടന്നു. ഇനി നമുക്ക് പല ഈ സുൽത്താൻ അഹമ്മദിൽ തന്നെ കാഴ്ചകൾ കാണാനുണ്ട്. ബസിലിക്ക സിസ്റ്റേണിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ വീണ്ടും ഹിപ്പോഡ്രോമിലേക്ക് പോകാമെന്നാണ് കരുതുന്നത്. ഹിപ്പോഡ്രോമിൽ തന്നെ നമുക്ക് നേരത്തെ മ്യൂസിയം കണ്ട് ഇറങ്ങിയ ശേഷം അവിടെ 1-2 നല്ല കാഴ്ചകളിലേക്ക് കൊണ്ട് പോകേണ്ടതുണ്ട്. ബസിലിക്ക സിസ്റ്റേണിൻ്റെ ഒരു സൈഡാണ് ഇത്. ഹാഗിയ സോഫിയയുടെ വാട്ടർ ടാങ്ക് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇവിടെ വളരെ പ്രശസ്തമായൊരു സംഭവമുള്ളത് മില്ലനിയം സ്റ്റോൺ എന്നറിയപ്പെടുന്ന ഈ ഭാഗമാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തൻ്റെ സാമ്രാജ്യം ഇസ്താംബൂളിലോട്ട് വ്യാപിപ്പിച്ചപ്പോൾ അതിൻ്റെ തുടക്കമായ നിർമ്മിതികൾ തുടങ്ങിയത് ഈ സ്ഥലത്തു നിന്നാണ്. ഇതധികം യാത്രക്കാർ നോട്ടീസ് ചെയ്യാത്തൊരു സ്ഥലമാണ് മില്ലനിയം സ്റ്റോൺ എന്നുള്ള ഭാഗം. നമ്മൾ പിന്നെ ചെല്ലുന്നത് സുൽത്താൻ അഹമ്മദിൻ്റെ ശവകുടീരത്തിലേക്കാണ്. സുൽത്താൻ അഹമ്മദിൻ്റെയും മറ്റ് ചക്രവർത്തിമാരുടെയും രാജകുടുംബാംഗങ്ങളുടെയും എല്ലാം അറിയപ്പെടുന്ന ഒരു ശവകുടീരമാണ്. പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു മസ്ജിദാണെന്നാണ് കരുതിയത്. പക്ഷെ അടുത്തെത്തിയപ്പോഴാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർമ്മിതിയാണെന്ന് മനസ്സിലായത്. മനോഹരമായിട്ട് അലങ്കരിച്ച ഡോമും അതേപോലെ തന്നെ ധാരാളം പെട്ടികൾ പോലെ വെച്ചിട്ടുണ്ട്. അത് ശവശരീരങ്ങൾ അടക്കം ചെയ്തതാണോ ഇനി അതിനെ റെപ്രസെൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണോ ഒന്നും അറിയില്ല. പല വലുപ്പത്തിലുള്ള പലതരത്തിലുള്ള ചിത്രപ്പണികൾ ചെയ്ത കുടീരങ്ങളാണ് ഇവിടെ ഉള്ളത്. പ്രധാനപ്പെട്ടത് ആരുടെയാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സുൽത്താൻ അഹമ്മദ് 1, സുൽത്താൻ അഹമ്മദ് ഖാൻ, സുൽത്താൻ അഹമ്മദ് 2 തുടങ്ങിയ
പലരുടെയും അതേപോലെ തന്നെ ചില റാണിമാരുടെയും എല്ലാം ശവകുടീരങ്ങളും കൂടെ കാണാൻ പറ്റും. അതിമനോഹരമായ ചിത്രപ്പണികളും വളരെ കളർഫുള്ളായിട്ടുള്ള ചില്ല് ജാലകങ്ങളുമുള്ള മനോഹരമായ ഒരു നിർമ്മിതിയാണ്. നമ്മൾ ഈ ശവകുടീരത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഫോട്ടോ റൂമിൻ്റെ ഒരു സൈഡിലായിട്ട് ജലധാര കാണാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് വെള്ളം കുടിക്കാം. അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ പഴയ കുതിരപ്പന്തിയുടെ ഭാഗങ്ങൾ, നേരത്തെ കണ്ട ശവകുടീരം കാണാം. പുറകിലായിട്ട് ഹാഗിയ സോഫിയ കാണാം. അപ്പുറത്തായിട്ട് നമുക്ക് ബസിലിക്ക സിസ്റ്ററിൻ്റെ ഭാഗം കാണാം. ഹിപ്പോഡ്രോമിൻ്റെ നേരെ മറ്റേ അറ്റത്ത് ആണ് ഈ ഈജിപ്ഷ്യൻ ഒബ്ലിസ്ക് എന്ന് പറയുന്ന വലിയ സ്തൂപമുള്ളത്. ഈജിപ്ഷ്യൻ ഫറോവയായിരുന്ന തിയോഡോസോമിയസ് ഒന്നാമൻ 15 BC പണിയെടുപ്പിച്ചതാണ് ഈ സ്തൂപം. ഇത് ബേസ് ഉൾപ്പെടെ 80 അടി പൊക്കത്തിൽ പിങ്ക് അസ്വാൻ ഗ്രാനൈറ്റ് കൊണ്ടാണ് ഈ സ്തൂപം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് പിന്നീട് AD 324 റോമക്കാർ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചാണ്, കപ്പൽ മാർഗം കൊണ്ടുവന്ന് സ്ഥാപിച്ചാണ്. പിന്നെ ഈ പച്ചക്കളറിൽ നമ്മൾ കാണുന്നത് സർപ്പന്റൈൻ കോണം എന്നറിയപ്പെടുന്ന റോമക്കാരുടെ തന്നെ ഒരു നിർമ്മിതിയാണ്. റോമൻ നിർമ്മിതികളിൽ ഏറ്റവും പൂർണ്ണമായിട്ട് കാണപ്പെടുന്ന ഒരു രൂപമാണ് ഈ വെങ്കലത്തിൽ തീർത്ത ഈ സർപ്പന്റൈൻ കോണം. 4-ാം നൂറ്റാണ്ടിലാണ് ഈ സർപ്പന്റൈൻ കോണം സ്ഥാപിക്കപ്പെട്ടത്. അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കവിടെ വാൾഡ് ഒബ്ലിസ്ക് എന്ന് പറയുന്ന മറ്റൊരു കോളം കാണാം. ഇത് 10-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. ഇത് ആക്ച്വലി ചെമ്പ് വാളുകൾ കൊണ്ട് പൊതിഞ്ഞാണ്. ഇത് ഏറ്റവും ഉയരമുള്ള ഒരു കോളമാണ്. ഏകദേശം 108 അടിയാണ് ഇതിൻ്റെ ഉയരം. ഇതിൻ്റെ എതിർവശത്തായിട്ട് കാണുന്നത് ഇസ്താംബുൾ സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഈ ഈജിപ്ഷ്യൻ ഒബ്ലിസ്ക്, സർപ്പന്റൈൻ കോണം, വാൾഡ് ഒബ്ലിസ്ക് ഇവയെല്ലാം ഒരു നിരയിൽ നമ്മുടെ ഹിപ്പോഡ്രോമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിപ്പോഡ്രോമിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പ്രധാന തെരുവിലേക്ക് നടന്നു. പ്രധാന തെരുവിൻ്റെ സൈഡ് പറ്റിയാണ് നേരത്തെ പറഞ്ഞ സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. തെരുവിൻ്റെ എല്ലാ വശങ്ങളിൽ ധാരാളം ചെറിയ ചെറിയ കടകളുണ്ട്, തുണിത്തരങ്ങളും മറ്റും വയ്ക്കുന്നത്. ഇത്തരത്തിലുള്ള അവിടെ കണ്ടാലും നമ്മളത് പിടിച്ചു നോക്കി വില ചോദിക്കണം എന്നുള്ളത് ഒരു നിയോഗമായതുകൊണ്ട് കൂടിയും നമ്മൾ ഇതെല്ലാം പിടിച്ചു നോക്കി വിലയൊക്കെ ചോദിച്ചിട്ട് മുന്നോട്ട് നീങ്ങി. ധാരാളം കച്ചവട സ്ഥാപനങ്ങളും മറ്റും ഉള്ള ഒരു തെരുവുകളാണ്. വിൻഡോ ഷോപ്പിങ്ങിനൊക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ സ്ഥലമാണ് സുൽത്താൻ അഹമ്മദ് എന്ന് പറയുന്ന ഏരിയ. റെസ്റ്റോറൻറ്റുകൾ മാത്രമല്ല, കൗതുക വസ്തുക്കളും തുണിത്തരങ്ങളും എല്ലാം വെക്കുന്ന ധാരാളം കടകൾ ഇവിടെയുണ്ട്. സർക്കോസി മാർക്കറ്റാണിത്. സുൽത്താൻ അഹമ്മദിൻ്റെ അവിടെ നിന്ന് സർക്കോസി എന്ന് പറയുന്ന സബർബിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണിത്. അവിടെ നമുക്കൊന്ന് കുറച്ച് നേരം വിശ്രമിക്കാനായിട്ട് ബോസ്ഫറസിൻ്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. കാരണം ബോസ്ഫറസിനെ കുറിച്ച് നമ്മുടെ SGK പറഞ്ഞ് വിവരിച്ചിരിക്കുന്നതുകൊണ്ട് ബോസ്ഫറസ് ഒരു അനുഭവമായിട്ട് തന്നെ എടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഹയാത്രിക ഫുൾ ടൈം ബോസ്ഫറസിൻ്റെ ആചാര്യയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ റീലെടുക്കുന്ന യുവതികളെയൊക്കെ കണ്ടിരുന്നു.
ബോസ്ഫറസിലെ സൂര്യാസ്തമനത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയും അതോടൊപ്പം തന്നെ അവിടെയുള്ള മറ്റുള്ളവരെ നിരീക്ഷിച്ചിരിക്കുക എന്നുള്ളത് വളരെ രസകരമാണ്. പ്രത്യേകിച്ച് മീൻ പിടിക്കുന്നവരെയും അതേപോലെ റീലെടുക്കുന്നവരെയൊക്കെ കണ്ടുപിടിപ്പിക്കുക എന്നുള്ളത്. കുറച്ച് അധികം നേരം നമ്മൾ അവിടെ ഇരുന്ന് ഒന്ന് റെസ്റ്റ് ചെയ്ത ശേഷം നാളത്തെ മറ്റൊരു യാത്രയ്ക്ക് വേണ്ടി ഹോട്ടലിലേക്ക് നടന്നു. ഈ ഹോട്ടലിലെത്തി ഒന്ന് ഫ്രഷ് ആവണം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.